നമസ്കാരം. കാസർഗോഡ് ജില്ലയിലെ കർഷകർക്കായി കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള പടന്നക്കാട് കാർഷിക കോളേജും കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന കൃഷി പാഠശാല ഫേസ്ബുക്ക് ലൈവ് പരിപാടിയുടെ രണ്ടാമത്തെ ദിവസമായ ഇന്ന് ചെറുധാന്യങ്ങളെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ ഡോക്ടർ ജിൻസി, അഗ്രോണമി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറാണ്. ഇന്നത്തെ വിഷയം ചെറുധാന്യങ്ങൾ, അവയുടെ പ്രാധാന്യവും കൃഷി രീതികളും എന്നുള്ളതാണ്. വിഷയത്തിലേക്ക് പോകുന്നതിന് മുന്നേ എന്താണ് ചെറുധാന്യങ്ങൾ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. പൊതുവെ പ്രധാനമായി പറയുന്ന ധാന്യവിളകളായ അരി, ഗോതമ്പ്, ചോളം ഇവയൊക്കെയായി താരതമ്യപ്പെടുത്തുമ്പോൾ നന്നേ ചെറിയ ധാന്യമണികളോട് കൂടിയതും എന്നാൽ നെല്ല്, ഗോതമ്പൊക്കെ പോലെ തന്നെ അവയെപ്പോലെ തന്നെ പുൽവർഗത്തിൽപ്പെട്ടതുമായ വിളകളെയാണ് ചെറുധാന്യ വിളകൾ എന്ന് പൊതുവായി വിവക്ഷിക്കുന്നത്. ഇന്ത്യയിൽ കൃഷി ചെയ്തു വരുന്ന ചെറുധാന്യ വിളകളെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 8ഓളം വിളകളാണ് പൊതുവായിട്ടും കൃഷി ചെയ്യുന്നത്. അവയിൽ മണിച്ചോളം, ബജ്ര, രാഗി ഇവ 3 പ്രധാനമായും ഇന്ത്യയിൽ മുഴുവനായിട്ടും കൃഷി ചെയ്യുന്നത്. എന്നിരുന്നാൽ കൂടി ചാമ, തിന, കുതിരവാലി, പനിവരക്, വരക് എന്നൊക്കെ പോലെയുള്ള ചെറുധാന്യ വിളകളും പല സംസ്ഥാനങ്ങളിലും അവിടെ ഇവിടെയായി കൃഷി ചെയ്തു വരുന്നുണ്ട്. ചെറുധാന്യങ്ങളുടെ കൃഷിയെ സംബന്ധിച്ച് അവരുടെ നിലവിലുള്ള സ്ഥിതിവിവര കണക്കുകൾ പരിശോധിക്കുമ്പോൾ നമുക്കറിയാനായിട്ട് കഴിയുന്നത് ഇന്ത്യയിൽ, ലോകത്താകെ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലാണ് സ്ഥലവിസ്തൃതി ഏകദേശം 15.5 ദശലക്ഷം ഹെക്ടറിനടുത്ത് സ്ഥലവിസ്തൃതിയും അതേപോലെ ഏകദേശം 17 മില്യൺ ടണ്ണിനോട് ദശലക്ഷം ടണ്ണിനടുത്ത് ഉൽപ്പാദനവുമുള്ള ഒരു കൂട്ടം വിളകളാണ് ചെറുധാന്യ വിളകൾ. എന്നാൽ കേരളത്തിലേക്ക് വരുമ്പോൾ സ്ഥിതി വളരെ മോശമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. വെറും 284 ഹെക്ടർ സ്ഥലത്ത് 266 ടൺ ചെറുധാന്യങ്ങൾ മാത്രമേ നമ്മൾ ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഉൽപ്പാദനക്ഷമത നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ ശരാശരി 1 ടണ്ണിന് മുകളിലുണ്ടെങ്കിൽ കേരളത്തിലേത് അത് 1 ടണ്ണിൽ പോലും എത്തിയില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഈ ചെറുധാന്യങ്ങളെ പറ്റി നമ്മുടെ പഴയ തലമുറയ്ക്കൊക്കെ വളരെ നന്നായിട്ട് അറിയുന്നതാണ്. ചാമ, തെന, രാഗി ഒക്കെ പോലെയുള്ള ചെറുധാന്യങ്ങളെ പഴയ തലമുറയ്ക്ക് നന്നായിട്ട് പരിചയമുള്ളതാണ്. എന്നാൽ പുതുതലമുറയ്ക്ക് ഈ വിളകളെ കുറിച്ച് കൂടുതൽ അറിവുള്ളതായിട്ട് അവരുടെ അറിവ് കുറഞ്ഞു വരുന്നതായിട്ടാണ് നമ്മൾ അറിയുന്നത്. അതിന് കാരണം പ്രധാന ധാന്യവിളകളായ നമ്മുടെ നെല്ല്, ഗോതമ്പിനൊക്കെ കൈവന്നിരിക്കുന്ന ഒരു മേൽക്കോയ്മ. ആ മേൽക്കോയ്മ കൈവന്നതിൻ്റെ പ്രധാന കാര്യം എന്ന് പറയുന്നത് ഹരിത വിപ്ലവം കൊണ്ടുണ്ടായ വർദ്ധിച്ചു വന്ന പ്രാധാന്യം. അപ്പോൾ ഹരിത വിപ്ലവം നെല്ലിൻ്റെയും ഗോതമ്പിൻ്റെയും ഉൽപ്പാദനത്തെയും നെല്ലിൻ്റെയും ഗോതമ്പിൻ്റെയും കൃഷി ചെയ്യുന്ന കൃഷിസ്ഥലത്തിൻ്റെയും വിസ്തൃതിയൊക്കെ ഒരുപാട് നമ്മുടെ രാജ്യത്ത് കൂടുന്നതിന് കാരണമായി. അങ്ങനെ തന്നെ നമുക്ക് ഭക്ഷ്യസുരക്ഷ കൈവരിക്കുന്നതിനും ഹരിത വിപ്ലവം സഹായകരമായിട്ടുണ്ട്. എന്നാൽ അതിനോട് കൂടി തന്നെ വായിക്കാവുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ചെറുധാന്യങ്ങളുടെ പ്രാധാന്യം നേരത്തെ ഉണ്ടായിരുന്നതെന്നും ഒത്തിരി കുറഞ്ഞ് അവയുടെ സ്ഥാനം നെല്ല്, ഗോതമ്പും ഒക്കെ കയ്യേറിയതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ വീണ്ടും നമ്മൾ ആ ചെറുധാന്യങ്ങളിലേക്ക് തിരിച്ചു പോകുന്നതിനായിട്ട് അല്ലെങ്കിൽ അവയുടെ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് ശുപാർശ ചെയ്യുമ്പോഴത്തേക്ക് എന്തൊക്കെയാണ് അതിൻ്റെ പ്രാധാന്യം, അല്ലെങ്കിൽ എന്തുകൊണ്ട് ആ ചെറുധാന്യ വിളകൾ നമ്മൾ കൃഷി ചെയ്യണം, അല്ലെങ്കിൽ ചെറുധാന്യങ്ങൾ ഭക്ഷ്യധാന്യങ്ങളായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉള്ള ഉത്തരങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കുന്നതിന് ഉത്തമമായിട്ടുള്ള വിളകളാണ് എന്ന് പറയുന്നത്. കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് കഴിഞ്ഞ 2-3 വർഷത്തെ കാലാവസ്ഥ നോക്കിയിട്ടല്ല, ഒരു 50-100 വർഷത്തെ കാലാവസ്ഥ പരിശോധിക്കുമ്പോഴത്തേക്ക് കാലാവസ്ഥയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ, അതാണ് നമ്മൾ കാലാവസ്ഥാ വ്യതിയാനമായിട്ട് പറയുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന അന്തരീക്ഷ ഊഷ്മാവിലുള്ള വർധനവും മഴയിൽ വന്നിരിക്കുന്ന കുറവും എല്ലാം തന്നെ പ്രധാന ധാന്യവിളകളായ നെല്ലിനെയും ഗോതമ്പിനെയും വളരെ മോശമായി
ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു വലിയ വസ്തുത തന്നെയാണ്. അപ്പോൾ ആ നെല്ലിനും ഗോതമ്പിനും വന്നിട്ടുള്ള കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാക്കിയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പ്രതിരോധിക്കാൻ, അല്ലെങ്കിൽ ഈ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങളെയൊക്കെ ഒരു പരിധിവരെ നേരിടാനായിട്ട് ചെറുധാന്യ വിളകൾക്ക് കഴിയുന്നു എന്നുള്ളത് ഗവേഷണത്തിലൂടെ കണ്ടെത്തിയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെയായതുകൊണ്ട് നമുക്ക് ഈ ചെറുധാന്യ വിളകളെ അന്തരീക്ഷ ഊഷ്മാവ് ചെറിയ രീതിയിലൊക്കെ ഏകദേശം 1 ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെ കൂടുന്ന ഈ ഘട്ടത്തിലും നമുക്ക് ചെറുധാന്യ വിളകളെ കൃഷി ചെയ്യുന്നതിനായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ വരൾച്ചയെ അതിജീവിക്കാനുള്ള കഴിവ് ഒത്തിരി നന്നായിട്ട് ഉള്ള ഒരു കൂട്ടം വിളകളാണ് ചെറുധാന്യ വിളകൾ. പൊതുവേ ഉണക്ക കൂടുതലുള്ള അല്ലെങ്കിൽ വരണ്ട കാലാവസ്ഥയുള്ള സ്ഥലങ്ങളിലാണ് ചെറുധാന്യ വിളകളെല്ലാം കൃഷി ചെയ്യുന്നത്. നമ്മുടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളായ കർണാടകയിലും തമിഴ്നാട്ടിലൊക്കെ വളരെ നന്നായിട്ടാണ് റാഗി, ബജ്റയൊക്കെ പോലെയുള്ള വിളകൾ കൃഷി ചെയ്യുന്നത്. അപ്പം അവിടുത്തെ ഒരു പ്രത്യേക കാലാവസ്ഥ, അതായത് ഉണങ്ങിയ വരണ്ട കാലാവസ്ഥ തന്നെയാണ് ഈ വിളകളെ അവിടെ കൃഷി ചെയ്യുന്നതിനായിട്ട് സഹായിക്കുന്ന ഒരു ഘടകം. അപ്പം നമ്മുടെ കേരളത്തിലും നമുക്ക് ഒത്തിരി മഴയുള്ള സമയത്തല്ല, മഴയൊന്ന് നിൽക്കുന്ന സമയത്ത്, മഴ മാറി വരുന്ന സമയത്ത് നമുക്ക് വളരെ ഭംഗിയായിട്ട് കൃഷി ചെയ്തെടുക്കാവുന്ന ഒരു കൂട്ടം വിളകൾ തന്നെയാണ് ചെറുധാന്യ വിളകൾ. പിന്നെ ഇവയുടെ നെല്ലിനെയൊക്കെ താരതമ്യപ്പെടുത്തുമ്പോഴത്തേക്ക് വളരെ കുറഞ്ഞ ജലോപയോഗം, അല്ലെങ്കിൽ നമുക്ക് നനയില്ലാതെ തന്നെ നമുക്കിവയെ കൃഷി ചെയ്യാനായിട്ട് ശുപാർശ ചെയ്യാനായിട്ട് കഴിയും. മഴയെ ആശ്രയിച്ച് മാത്രമായിട്ട് കൃഷി ചെയ്യാനായിട്ട് നമുക്ക് ശുപാർശ ചെയ്യാൻ കഴിയുന്ന ഒരു കൂട്ടം വിളകളാണ് ചെറുധാന്യ വിളകൾ. അവിടെ വിളദൈർഘ്യം, ശരാശരി വിളദൈർഘ്യം 3-4 മാസം മാത്രമാണ് ഈ ചെറുധാന്യങ്ങൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കുറഞ്ഞ വിളദൈർഘ്യവും നമുക്ക് ഒരു നല്ല ഗുണമായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. നെല്ലിയൊക്കെ പോലെ നോക്കുമ്പോഴത്തേക്ക് രോഗകീടബാധ പൊതുവേ കുറവായിട്ടാണ്, അല്ലെങ്കിൽ വളരെ ഗുരുതരമായിട്ടുള്ള രോഗകീടബാധകളൊന്നും ഇതുവരെ ഈ ചെറുധാന്യ വിളകളിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ചിലപ്പോൾ അതിൻ്റെ കുറഞ്ഞ കൃഷി തന്നെയായിരിക്കും അതിന് കാരണം. കൃഷി ഒത്തിരി കൂടി വരുമ്പോഴത്തേക്ക് അതുമായിട്ട് അനുബന്ധമായിട്ട് രോഗകീടബാധയും കൂടുതലായിട്ടുണ്ടായിരിക്കാം. എന്നിരുന്നാൽ കൂടിയും ഇപ്പോൾ നമുക്ക് കൂടുതലായിട്ടൊന്നും രോഗകീടബാധകൾ നെല്ലിനെ ഒന്നും പോലെ ചെറുധാന്യ വിളകളിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതും വളരെ കൃഷിയിലേക്ക് നമ്മളെ കൂടുതലായിട്ട് കൃഷിയിലേക്ക് നയിക്കുന്നതിന് സഹായിക്കുന്ന ഘടകങ്ങളാണ്. ഞാൻ പറഞ്ഞു, ഒത്തിരി ജലസേചനം ഇല്ലാതെ ഒരുപാട് വളവും ഒന്നും പ്രയോഗിക്കാതെ തന്നെ, അതായത് ശരാശരിയിലും താഴ്ന്ന പരിചരണ മുറകളൊക്കെ കൊടുത്തുകൊണ്ട് തന്നെ ഈ ശരാശരി ഉൽപ്പാദനം ഉണ്ടാക്കാനായിട്ട് കഴിയുന്ന വിളകൾ തന്നെയാണ് ചെറുധാന്യ വിളകൾ. ഇതോടൊപ്പം തന്നെ ഭക്ഷ്യധാന്യമായിട്ട് ഉപയോഗിക്കുന്നതിനൊപ്പം തന്നെ പോഷകമേന്മയുള്ള കാലിത്തീറ്റയായിട്ട് നമുക്ക് ചെറുധാന്യ വിളകൾ, അതായത് സ്വർഗം, ബജ്ര ഒക്കെ പോലെയുള്ള ചെറുധാന്യ വിളകൾ നമുക്ക് ശുപാർശ ചെയ്യാനായിട്ട് സാധിക്കും. പോഷകമേന്മയുള്ള കാലിത്തീറ്റയായിട്ട് ഉപയോഗിക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം, അവ കതിരെത്തുന്നതിന് മുന്നേ അല്ലെങ്കിൽ പൂക്കുന്നതിന് തൊട്ട് മുന്നേ നമ്മുടെ തോട്ടത്തിൽ 1-2 ചെടികൾ പൂത്ത് തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കണം ബാക്കിയുള്ളതെല്ലാം പൂവ് ഇടാറായി എന്ന് മനസ്സിലാക്കി ആ സമയത്ത് തന്നെ നമ്മൾ മുറിച്ചെടുത്ത് പച്ചയായിട്ട് കാലിത്തീറ്റയായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയും. അല്ലെങ്കിൽ കുറച്ച് കാലത്തേക്ക് സൂക്ഷിച്ച് വെക്കാനായിട്ട് സൈലേജൊക്കെ പോലെയുള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് കാലിത്തീറ്റ വിളയായിട്ട് ഉപയോഗിക്കുന്നത് വഴി സാധിക്കുന്ന കാര്യങ്ങളാണ്. ഒരു കാർഷിക വിള എന്നുള്ള രീതിയിൽ എന്തുകൊണ്ട് ചെറുധാന്യങ്ങൾ അല്ലെങ്കിൽ ചെറുധാന്യ വിളകൾ പ്രോത്സാഹിപ്പിക്കപ്പെടണം എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. ഇനി എന്തുകൊണ്ട് എങ്ങനെയൊരു ഭക്ഷ്യധാന്യമായി ഈ ചെറുധാന്യങ്ങളെ നമ്മൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കണം എന്നുള്ളതാണ്. അതിൽ നമുക്കറിയാൻ കഴിയുന്നത് എല്ലാ പോഷകങ്ങളുടെയും അല്ലെങ്കിൽ ഒരു പോഷക മൂലകങ്ങളുടെ ഒരു കലവറയായിട്ട് നമുക്ക് ഈ ചെറുധാന്യങ്ങളെ പൊതുവേ പരാമർശിക്കാനായിട്ട് കഴിയും. സൂക്ഷ്മ പോഷകങ്ങളും ധാതുലവണങ്ങളും നാരുകളും അന്നജം കൊണ്ടൊക്കെ വളരെ സമ്പുഷ്ടമായിട്ടുള്ളതാണ് ഈ എല്ലാ ചെറുധാന്യങ്ങളും. രാഗി അല്ലെങ്കിൽ മുത്താറിയൊക്കെ നമുക്കറിയാം, ചെറിയ കുട്ടികൾക്ക് ആദ്യമായിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ധാന്യം എന്ന് പറയുന്നത് രാഗി ആയിരിക്കും. അപ്പം അതിൽ അടങ്ങിയിരിക്കുന്ന കാൽസ്യത്തിൻ്റെയും ഇരുമ്പിൻ്റെയും ഒക്കെ വർദ്ധിച്ച അളവ്, നെല്ലുമായി താരതമ്യപ്പെടുത്തുമ്പോഴുള്ള വർദ്ധിച്ച അളവ് തന്നെയാണ് അവയൊക്കെ നമ്മൾ പോഷകമൂല്യമുള്ള ധാന്യങ്ങളായിട്ട് അവയെ പരാമർശിക്കുന്നതിനുള്ള കാരണം. ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന നെല്ലുമായിട്ട് താരതമ്യപ്പെടുത്തിയിട്ടുള്ള ചെറിയൊരു പട്ടികയാണ് ഈ ചേർത്തിരിക്കുന്നത്.
അപ്പോൾ നാരുകളുടെ അംശമാണെങ്കിലും നെല്ലിനകത്ത് 0.2% നാരുകളുണ്ടെങ്കിൽ അത് രാഗിക്കകത്ത് വരുമ്പോഴത്തേക്ക് 3.6% കൂടുതൽ, അതായത് നമുക്ക് അത്ര കൂടുതൽ നാരുകൾ, ഫോസ്ഫറസ്, കാൽസ്യം ഇതെല്ലാം കൂടുതലുള്ളതായിട്ട് 10 മടങ്ങ്, നെല്ലിൽ നിന്നും 10 മടങ്ങോളം കാൽസ്യം അധികമായിട്ട് രാഗിയിലുള്ളതായിട്ട് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഭക്ഷ്യധാന്യം എന്നുള്ള രീതിയിൽ അത്രയേറെ പോഷക സമ്പുഷ്ടമായതാണ് ചെറുധാന്യങ്ങൾ. അതുതന്നെയാണ് അവയുടെ വർദ്ധിച്ചു വരുന്ന ഇപ്പോഴത്തെ ഒരു പ്രാധാന്യത്തിൻ്റെയും കാരണം. ഇത്രയും പോഷക സമ്പുഷ്ടമായ ചെറുധാന്യങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത് പുതുതലമുറയുടെ ഭക്ഷണ രീതികളിൽ, ഭക്ഷണക്രമത്തിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു മാറ്റമാണ്. അപ്പോൾ ഈ ഒരു മാറ്റത്തെ ഉൾക്കൊണ്ട് ചെറുധാന്യ വിളകളുടെ കൃഷിയിലേക്ക് കർഷകരെ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ പരിശീലന പരിപാടി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഞാൻ പറഞ്ഞു ഏകദേശം 8ഓളം വിളകളെ നമുക്ക് ചെറുധാന്യ വിളകളായിട്ട് കണക്കാക്കി കൃഷി ചെയ്യാം. അവ ഏകവിളയായിട്ടോ അല്ലെങ്കിൽ മിശ്രവിളയായിട്ടോ ഒന്നും, അല്ലെങ്കിൽ നമുക്ക് തെങ്ങിൻ തോപ്പിൽ ഇടവിളയായിട്ടോ കൃഷി ചെയ്യാം. തെങ്ങിൻ തോപ്പിൽ ഇടവിളയായിട്ട് കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രത്യേക കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ തെങ്ങിൻ തോട്ടത്തിൽ അത്യാവശ്യം വെയിൽ കിട്ടുന്നതായിരിക്കണം. അതായത് തിങ്ങി നിറഞ്ഞിരിക്കുന്ന തോട്ടത്തിൽ, അല്ലെങ്കിൽ തണൽ ഒത്തിരി കൂടുതലുള്ള തോട്ടത്തിൽ നമ്മൾ കൃഷി ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ തെങ്ങിൻ്റെ അവസാന കാലഘട്ടത്തിലേക്ക് 30-40 വർഷം കഴിഞ്ഞിട്ടുള്ള തെങ്ങ് ആകുമ്പോഴത്തേക്ക് തെങ്ങിൻ തോട്ടത്തിൽ നന്നായിട്ട് വെയിൽ ലഭിക്കും. അല്ലെങ്കിൽ നമ്മൾ തോട്ടം തൈ വെച്ച് ആദ്യത്തെ കുറച്ച് വർഷങ്ങളിൽ, നമുക്ക് തേങ്ങ കെട്ടിത്തുടങ്ങുന്നതിന് മുന്നേയുള്ള കുറച്ച് വർഷങ്ങളിൽ, ആ സമയത്തൊക്കെ നന്നായിട്ട് നമുക്ക് തോട്ടത്തിൽ വെയിലുണ്ടാകുന്ന സമയമായിരിക്കും. ആ സമയത്ത് നമുക്ക് ഇടവിളയായിട്ട് എല്ലാ ചെറുധാന്യ വിളകളെയും നമുക്ക് കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. കേരളത്തിൽ പ്രധാനമായിട്ടും കൃഷി ചെയ്തു വരുന്നത് 2 വിളകളാണ്. റാഗി അല്ലെങ്കിൽ മുത്താറി, പഞ്ഞപ്പുല്ല്, കൂവരക എന്നൊക്കെ പറയുന്ന റാഗി, പിന്നെ മണിച്ചോളം. മണിച്ചോളം എന്ന് പറയുമ്പോഴത്തേക്ക് ചോളം 2 തരത്തിലുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, പ്രധാന ധാന്യവിളകളിൽ വരുന്ന ചോളം, അതായത് മീസ് എന്ന് പറയുന്ന മക്കച്ചോളം, പൊതിച്ചോളം എന്നൊക്കെ പറയും, മീസ് കോൺ എന്നൊക്കെ പറയും. അത് സീരിയൽസ് അല്ലെങ്കിൽ പ്രധാന ധാന്യവിളകളായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ചെറുധാന്യങ്ങളിലേക്ക് അല്ലെങ്കിൽ മില്ലറ്റ്സിലേക്ക് വരുമ്പോഴത്തേക്ക് മണിച്ചോളം അല്ലെങ്കിൽ സ്വർഗം. അപ്പോൾ ഇന്ന് ഞാൻ രാഗിയുടെയും മണിച്ചോളത്തിൻ്റെയും കൃഷി രീതികളെ പറ്റിയാണ് പറയുന്നത്. ഏതൊരു വിളയും നമ്മൾ കൃഷി ചെയ്യുന്നതിന് മുന്നേ നിലം ഒരുക്കി പാകപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. നിലം ഒരുക്കുന്നതിനായിട്ട് 3-4 തവണയെങ്കിലും നന്നായി ഉഴുത് പറിച്ച് കട്ടയുടച്ച് പൊടിപ്പരുവത്തിൽ പാകപ്പെടുത്തിയിടണം. അതിനുശേഷം നമ്മൾ കുമ്മായം ചേർത്ത് ഹെക്ടർ 1-ന് 600 കിലോഗ്രാം എന്നുള്ള തോതിലാണ് പൊതുവേ കുമ്മായത്തിന് നമ്മൾ ശുപാർശ ചെയ്യുന്നത്. എന്നിരുന്നാൽ കൂടി നമ്മൾ മണ്ണ് പരിശോധിച്ച് അത് കിട്ടുന്ന റിസൾട്ട് അടിസ്ഥാനത്തിൽ നമ്മൾ മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട്. അല്ല എങ്കിൽ മണ്ണ് പരിശോധിക്കാതെ നേരെ നമ്മൾ കുമ്മായം ചേർക്കുകയാണെങ്കിൽ 2.5 ഏക്കറിലേക്ക് 600 കിലോഗ്രാം എന്ന തോതിലാണ് പൊതുവായിട്ട് കുമ്മായം ചേർക്കേണ്ടത്. 3-4 തവണ ഉഴുതു മറിച്ച മണ്ണിൽ നമ്മൾ കുമ്മായം ചേർത്ത് 2 ആഴ്ച കഴിഞ്ഞ് നമ്മൾ ചെടി നടാനായിട്ട് ബെഡ് എടുക്കുകയാണ്. അപ്പോൾ ചെറുതായിട്ട് ബെഡ് എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഈ വിളകൾക്കൊക്കെ തന്നെ ചെറുധാന്യ വിളകൾ, അല്ലെങ്കിൽ പുല്ലുവർഗ്ഗത്തിൽപ്പെട്ട നെല്ലൊഴികെയുള്ള എല്ലാ വിളകളുടെയും ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ വെള്ളക്കെട്ടിനെ ചെറുക്കാനുള്ള കഴിവ് ഈ വിളകൾക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ വെള്ളക്കെട്ടിനെ ചെറുത്ത് നിൽക്കാനായിട്ട്, അല്ലെങ്കിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് ഒഴിവാക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ചെറുതായിട്ടൊന്ന് നമ്മുടെ മണ്ണിൽ നിന്നും ഉയർത്തിയിട്ട് ബെഡ് എടുക്കുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഉയർത്തിയെടുക്കുമ്പോൾ ഇതിൽ നമുക്ക് ചിത്രത്തിലായിട്ട് കാണാനായിട്ട് സാധിക്കും, നമ്മുടെ ബെഡിനിടയിലൂടെ ചെറിയ ചാലുകൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ ബെഡിന് മുകളിലായിട്ട് നമ്മൾ വിത്തിടാനായി ചെറുതായി നുരിയിടാനും വേണ്ടിയിട്ട് നമുക്ക് ചെറുതായിട്ട് വരച്ചു കൊടുത്ത് അതിനകത്ത് നുരിയിട്ട് പോകാം, വിത്ത് നുരിയിട്ട് പോകാം. ഇടയ്ക്ക് വരുന്ന ചാലിലൂടെ വെള്ളം, അതായത് ഒത്തിരി മഴക്കാലത്ത് നമ്മൾ കൃഷി ചെയ്യുമ്പോഴാണ് ഇങ്ങനെ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്. മഴയെ ആശ്രയിച്ചുള്ള കൃഷിയാണെങ്കിൽ നമുക്ക് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ 3 മാസങ്ങളിൽ നന്നായിട്ട് മഴ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് വെള്ളം ഇറങ്ങിപ്പോകുന്നതിനായിട്ട്
ഇങ്ങനെ ചാലുകൾ ഇടയ്ക്ക് കൊടുത്ത് നീർവാർച്ച ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നിലം ഒരുക്കി നമുക്ക് മഴയെ ആശ്രയിച്ചാണെങ്കിൽ മെയ് ജൂൺ മാസം മഴ വരുന്നതിന് മുന്നായിട്ട് നമ്മൾ നിലമൊക്കെ ഒരുക്കി പാകപ്പെടുത്തി വയ്ക്കണം. മെയ് അവസാനം ജൂൺ ആദ്യത്തോടു കൂടി തന്നെ നമ്മൾ വിത്ത് ഇട്ട് കൊടുക്കുക. അപ്പോൾ മഴയിൽ വിത്ത് മുളച്ച് വന്ന് 3-4 മാസം കൊണ്ട് വിളവെടുക്കുന്ന രീതിയിൽ ഒരു രീതിയിൽ നമുക്ക് ക്രമീകരിക്കാം. അതല്ല എങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നന്നായിട്ട് നനയ്ക്കാനൊക്കെയുള്ള സൗകര്യം ഉണ്ടെങ്കിൽ ഡിസംബർ, ജനുവരി, ഫെബ്രുവരി ആ മാസം കണക്കാക്കിയിട്ട് നമുക്ക് ഈ വിളകളൊക്കെ തന്നെ കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. എന്നാലും ഉഴുത് കഴിഞ്ഞ് പൊടി പരുവത്തിലാക്കിയിടുന്ന സമയത്ത് നമുക്ക് അടിവളമായിട്ട് നമ്മൾ വിത്തിടുന്നതിന് മുന്നേ ചാണകം സെൻറ്റ് 1-ന് 20 കിലോഗ്രാമാണ് നമ്മൾ ശുപാർശ ചെയ്യുന്നത്. ജലസേചനം ഞാൻ പറഞ്ഞു, മഴയെ ആശ്രയിച്ചാണെങ്കിൽ കൂടുതൽ ജലസേചനത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്നാൽ കൂടി ചില മാസങ്ങളിൽ, ഇപ്പം ഈ വർഷമൊക്കെ ആണെങ്കിൽ നമുക്ക് ജൂൺ മാസത്തിലൊക്കെ മഴ വളരെ കുറവായിരുന്നു. അപ്പം ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് ഒരു 2 ആഴ്ച തുടർച്ചയായിട്ട് മഴ ലഭിക്കുന്നില്ല എങ്കിൽ 2 ആഴ്ചയ്ക്ക് ഒന്ന് നനച്ചു കൊടുക്കുക എന്നുള്ള ഒരു രീതി നമുക്ക് അവലംബിക്കാവുന്നതാണ്. അല്ലാത്ത സ്ഥിതിക്ക് നനസൗകര്യത്തോടു കൂടി നമ്മൾ കൃഷി ചെയ്യുകയാണെങ്കിൽ 5 ദിവസം അല്ലെങ്കിൽ ഏറി വന്നാൽ ആഴ്ചയ്ക്കൊരിക്കൽ എങ്കിലും നമ്മളൊന്ന് നനച്ചു കൊടുക്കുന്നത് വിളവ് കൂട്ടുന്നതിന് സഹായകരമായിരിക്കും. കള നിയന്ത്രിക്കുന്നതിനായിട്ട് നമ്മൾ പൊതുവേ നട്ട് 3-4 ആഴ്ചയ്ക്കുള്ളിൽ ഒന്ന് ഇടയിളക്കി കൊടുക്കാനായിട്ടാണ് പറയുന്നത്. അപ്പോൾ അടിവളം കൊടുക്കുന്നതിന് മുന്നേ ഒന്ന് കള ഒക്കെ ഒന്ന് മാറ്റി, അതായത് ഇടയിളക്കി കൊടുത്ത് കള മാറ്റിയിട്ട് വേണം നമ്മൾ എപ്പോഴും വളം ഇടുന്നതിനായിട്ട്. അതാണ് പൊതുവായിട്ട് നമുക്ക് പറയാനുള്ളത്. നിലം ഉഴുത് അടിവളം, ചാണകം അടിവളമായിട്ടിട്ട് വിത്തിടാനും പാകപ്പെടുത്തി നമ്മൾ നിലത്തെ നിർത്തുകയാണ്. ഇനി നമുക്ക് ഓരോ വിളയുടെയും പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഏതൊക്കെയാണ് അത്യുൽപാദന ശേഷിയുള്ള ഇനങ്ങളെന്നും ഓരോ വിളയ്ക്കും പ്രത്യേകമായിട്ടുള്ള വളങ്ങൾ എന്തൊക്കെയാണ് കൊടുക്കേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. റാഗി അല്ലെങ്കിൽ മുത്താറി എന്നൊക്കെ പറയുന്നത് ആണ് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്തു വരുന്ന ചെറുധാന്യം. അപ്പോൾ ഇവിടെ നമുക്ക് റാഗിയുടെ വിവിധ വളർച്ചാ ഘട്ടങ്ങൾ കാണാനായിട്ട് കഴിയും. അതായത് വിത്ത് മുളച്ച് കൃത്യമായ അകലത്തിൽ നുരിയിട്ട് മുളച്ച് വന്ന് അത് ചെനപ്പ് പൊട്ടി പൂവായി, പൂവ് കതിരുമൂത്ത് ധാന്യമണികൾ ഏകദേശം മൂപ്പെത്തി വിളവെടുക്കുന്ന പാകത്തിന് ആയിട്ടുള്ള, അതായത് വിത്ത് മുതൽ വിത്ത് വരെയുള്ള വിവിധ വളർച്ചാ ഘട്ടങ്ങളാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. റാഗിയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ PR 202, K2 കോയമ്പത്തൂരിൽ നിന്നും ഉരുത്തിരിച്ചെടുത്ത K2, 7, 8, 9, 10, GPU 28, 48 എന്നൊക്കെ പോലെയുള്ള അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയ്ക്കും വളരെ യോജിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. റാഗിയുടെ കൃഷി നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പാലക്കാട്, ഇടുക്കി ഈ 2 ജില്ലകളിലാണ് കൂടുതലായിട്ടും റാഗി കൃഷി ചെയ്തു വരുന്നത്. പിന്നെ കൃഷി വകുപ്പിൻ്റെ കീഴിലുള്ള മില്ലറ്റ് വില്ലേജ് പ്രോഗ്രാം പല ജില്ലകളിലും, മലപ്പുറം ജില്ലയിലൊക്കെ വളരെ വിജയകരമായി തന്നെ ചെയ്തു വരുന്ന ഒരു പദ്ധതിയാണ്. അപ്പോൾ അവിടെയൊക്കെ കൂടുതലായിട്ടും തെങ്ങിൻ തോട്ടത്തിൽ ഇടവിളയായിട്ടാണ് റാഗി കൃഷി ചെയ്തു വരുന്നതായിട്ട് കാണുന്നത്. നേരിട്ട് വിതയ്ക്കാനായിട്ടാണെങ്കിൽ 1 ഹെക്ടറിലേക്ക് 5 കിലോഗ്രാം വിത്താണ് നമുക്ക് ആവശ്യം. അതായത് 1 സെൻറ്റിന് 20 ഗ്രാം, ഒരു പിടി വിത്ത് 1 സെൻറ്റിലേക്ക് വിതയ്ക്കാനായിട്ട് നമുക്ക് ആവശ്യമായിട്ട് വരും. പറിച്ച് നട്ടിട്ട് നമുക്ക് റാഗി കൃഷി ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ പറിച്ച് നടാനായിട്ടാണെങ്കിൽ ആദ്യമായി നമ്മളൊരു നഴ്സറി ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. 1 സെൻറ്റിലേക്ക് പറിച്ച് നടാൻ ആവശ്യത്തിന് 1 സെൻറ്റ്, അതായത് 40 ചതുരശ്ര മീറ്റർ സ്ഥലത്തേക്ക് പറിച്ച് നടുന്ന ആവശ്യത്തിന് നമ്മൾ 2 ചതുരശ്ര മീറ്ററിലെങ്കിലും നഴ്സറി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വെള്ളം കെട്ടി നിൽക്കാത്ത പ്രദേശമായിരിക്കണം, നല്ല നീർവാർച്ചയുള്ള പ്രദേശത്തായിരിക്കണം നഴ്സറി ഉണ്ടാക്കുന്നത്. അങ്ങനെയുള്ള സ്ഥലത്ത് നഴ്സറിയിൽ നിന്നും 3 ആഴ്ച പ്രായമായ തൈകളാണ് നമ്മൾ പ്രധാന കൃഷിയിടത്തിലേക്ക് പറിച്ച് നടുന്നത്.
അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 1 കിലോഗ്രാം വിത്ത് ഒരു ഹെക്ടറിൽ കുറവായിട്ട് മതി. 4 കിലോഗ്രാം നമ്മൾ ശുപാർശ ചെയ്യുന്ന വിത്ത് നിരക്ക്, വിത്തിൻ്റെ തോത് എന്ന് പറയുന്നത്. പറിച്ചു നടുമ്പോൾ 2 വരികൾക്കിടയിൽ 25 സെൻറ്റിമീറ്ററും ഒരു വരിയിൽ 2 ചെടികൾക്കിടയിൽ 15 സെൻറ്റിമീറ്റർ അകലവും സൂക്ഷിച്ചാണ് നമ്മൾ രാഗി 3 ആഴ്ച പ്രായമായ രാഗി തൈകൾ പറിച്ച് നടുന്നത്. നേരത്തെ പറഞ്ഞു, മഴയെ ആശ്രയിച്ചുള്ള കൃഷിയാണെങ്കിൽ മെയ് ജൂൺ മാസത്തിൽ, അല്ലെങ്കിൽ നനസൗകര്യത്തോടു കൂടിയാണെങ്കിൽ ഡിസംബർ ജനുവരി മാസങ്ങളിലായിട്ട് നമുക്ക് രാഗി കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. രാഗി കൃഷി ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുക്കേണ്ട വളം 22.5 കിലോഗ്രാം വീതം നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം 1 ഹെക്ടറിന് അടിവളമായിട്ട് കൊടുക്കണം. വീണ്ടും ഒരു 22.5 കിലോഗ്രാം നൈട്രജൻ അടിവളം കൊടുത്ത് 1 മാസം കഴിഞ്ഞിട്ട് കൊടുക്കണം. അതായത് 45 കിലോഗ്രാം നൈട്രജനും 22.5 കിലോഗ്രാം വീതം ഫോസ്ഫറസും പൊട്ടാസ്യവുമാണ് ഹെക്ടർ 1 എന്നുള്ള തോതിൽ നമ്മൾ രാഗിക്ക് കൊടുക്കേണ്ട വളം. അവ യൂറിയ, രാജ്ഫോസ്, പൊട്ടാഷ് എന്നുള്ള രീതിയിൽ കണക്കാക്കി നോക്കുമ്പോഴത്തേക്ക് 1 സെൻറ്റിലേക്ക് 400 ഗ്രാം യൂറിയ, അത് തന്നെ 2 തവണകളായിട്ട് പകുതി അടിവളമായി, അതായത് 200 ഗ്രാം അടിവളമായിട്ടും അടിവളം കൊടുത്ത് 1 മാസം കഴിഞ്ഞ് അടുത്ത 200 ഗ്രാം യൂറിയ കൊടുക്കണം. അതോടൊപ്പം തന്നെ അടിവളമായിട്ട് 450 ഗ്രാം രാജ്ഫോസും 150 ഗ്രാം പൊട്ടാഷ് നമുക്ക് ചേർത്ത് കൊടുക്കാം. മഴയെ ആശ്രയിച്ചാണെങ്കിൽ കൂടുതൽ ജലസേചനം വേണ്ട. എന്നാൽ നനസൗകര്യത്തോടു കൂടി അല്ലെങ്കിൽ ജലസേചനത്തോടു കൂടി നടത്തുകയാണെങ്കിൽ 5 ദിവസത്തിലൊരിക്കൽ നനയ്ക്കുന്നത് വളരെ നല്ലത്. അല്ലെങ്കിൽ ആഴ്ചയിലൊരിക്കലെങ്കിലും നനയ്ക്കുന്നത് നമ്മുടെ രാഗിയുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നത് നല്ലതാണ്. 3 ആഴ്ചയ്ക്കുള്ളിൽ അല്ലെങ്കിൽ നമ്മൾ വളം കൊടുക്കുന്നതിന് മുന്നേ ആയിട്ടൊന്ന് ഇടയിളക്കി കൊടുക്കുന്നത് കള നിയന്ത്രണത്തിന് സഹായിക്കും. ഇങ്ങനെയൊക്കെ കൃഷി ചെയ്ത് വരുമ്പോഴത്തേക്ക് ഒരു 2.5-3 മാസത്തിനുള്ളിൽ നമ്മളെ ചെടി പൂവിട്ട് 1 മാസം കഴിയുമ്പോഴത്തേക്ക് അത് നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും. രാഗിയിലൊരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ നനച്ചിട്ടുള്ള കൃഷിയാണെങ്കിലും അല്ലെങ്കിൽ കേരളത്തിൽ മഴയെ ആശ്രയിച്ചിട്ടുള്ള കൃഷിയാണെങ്കിൽ പോലും ചെനപ്പ് പൊട്ടുന്നത് പല സമയത്തായിട്ടായിരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും, പ്രധാനമായിട്ട് കാണുന്ന ചെനപ്പ് കുറച്ച് മുന്നേ ഉണ്ടായത്, കുറച്ച് വളർച്ച എത്തിയത്, പല ഘട്ടങ്ങളിലുമുള്ള പല ചെനപ്പുകൾ നമുക്ക് രാഗി ചെടിയിൽ കാണാനായിട്ട് കഴിയും. അപ്പം അതുകൊണ്ട് തന്നെ നെല്ലൊക്കെ നമുക്ക് വിളവെടുക്കുന്നത് പോലെ ഒറ്റ അരിഞ്ഞെടുക്കൽ അല്ലെങ്കിൽ ഒറ്റ ഒരു വിളവെടുപ്പിൽ നമുക്ക് മുഴുവനായിട്ടും വിളവെടുക്കാനായിട്ട് രാഗി സാധിക്കില്ല. അപ്പോൾ അവിടെ നമ്മൾ ചെയ്യേണ്ടത് മൂപ്പെത്തിയ കതിരുകൾ പല തവണകളായിട്ട്, പൊതുവേ നമ്മളൊരു 3 തവണയൊക്കെ ആയിട്ടാണ് അരിഞ്ഞെടുക്കുന്നത്. അപ്പം മൂപ്പെത്തുന്ന സമയത്തനുസരിച്ച് നമ്മൾ മൂപ്പെത്തിയത് അരിഞ്ഞ് മാറ്റിയാണ് പതിവ്. അപ്പോൾ വിത്ത് വെക്കാനായിട്ടാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യത്തെ 1-2 വിളവെടുപ്പിൽ നമുക്ക് കിട്ടിയ വിത്ത് വേണം നമ്മൾ വിത്തിന് മാറ്റി വയ്ക്കാനാണെങ്കിൽ. 3ാമത്തെ അല്ലെങ്കിൽ ഏറെ വന്നാൽ 4 തവണ ഇത്രയേ വേണ്ടൂ. 3ാമത്തെ അല്ലെങ്കിൽ 4ാമത്തെ നമുക്ക് മുഴുവനായിട്ടും ചെടിയുടെ താഴ്ഭാഗം ചേർത്ത് അരിഞ്ഞെടുക്കാം. ആദ്യത്തെ 1-2 തവണ നമ്മൾ ചെടി മുഴുവനായിട്ടും അരിഞ്ഞെടുക്കുന്നില്ല. പാകമായ കതിരുകൾ മാത്രമാണ്, അല്ലെങ്കിൽ മൂപ്പെത്തിയ കതിരുകൾ മാത്രമാണ് നമ്മൾ അരിഞ്ഞെടുക്കുന്നത്. അതിനുശേഷം ചെടി മുഴുവനായി അവസാനത്തെ വിളവെടുപ്പിൽ നമ്മൾ ചെടി മുഴുവനായിട്ടും അരിഞ്ഞെടുത്ത് രാഗിയുടെ തന്നെ വൈക്കോലിട്ട് നമ്മൾ മൂടി വെച്ച് ചെറിയ രീതിയിലൊക്കെ ആണെങ്കിൽ നമ്മൾ ചെറുതായിട്ട് മെതിച്ചെടുക്കുകയാണ് പതിവ്. എന്നാൽ വലിയ കൃഷിയൊക്കെ ആണെങ്കിൽ കന്നുകാലികളൊക്കെ കയറ്റി ചവിട്ടിച്ച് മെതിച്ചെടുക്കുന്നതാണ് ഒരു ധാന്യം ഇതിൻ്റെ വൈക്കോലിൽ നിന്ന് വേർതിരിക്കാനുള്ള ഒരു പ്രധാന രീതി. 1 ഹെക്ടർ സ്ഥലത്ത് നിന്നും 2 ടണ്ണോളം ധാന്യവും 1 ടണ്ണോളം കച്ചിയും നമുക്ക് വിളവായിട്ട് ലഭിക്കും. അപ്പോൾ ഇതിൻ്റെ കച്ചി അല്ലെങ്കിൽ വൈക്കോൽ എന്ന് പറയുന്നത് വളരെ നല്ല ഒരു കാലിത്തീറ്റയായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇത്രയാണ് രാഗി എന്ന വിളയെക്കുറിച്ചുള്ള
അതിൻ്റെ കൃഷി രീതികൾ, അതിൻ്റെ പ്രാധാന്യവും. ഇനി നമുക്ക് മണിച്ചോളം അല്ലെങ്കിൽ സ്വർഗം, ജോവർ, ആ ചെടിയുടെ കൃഷി എങ്ങനെ ചെയ്യാമെന്നുള്ളതിനെ പറ്റി, അല്ലെങ്കിൽ അതിൻ്റെ എന്തൊക്കെ പരിപാലന മുറകൾ നമ്മൾ അവലംബിക്കേണ്ടതുണ്ട് എന്നുള്ളതിനെ പറ്റി ഒന്ന് നോക്കാം. അവിടെ രാഗിയെ കാണിച്ചതുപോലെ തന്നെ വിത്ത് മുതൽ വിത്ത് വരെയുള്ള വിവിധ ഘട്ടങ്ങളാണ് മണിച്ചോളത്തിൻ്റെ കാര്യത്തിലും നമ്മൾ കാണുന്നത്. അപ്പോൾ മണിച്ചോളത്തിൻ്റെ കൃഷി കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൽ പാലക്കാട് ജില്ലയിൽ മാത്രമാണ് കുറച്ചെങ്കിലും കൃഷി ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നത്. എന്നാൽ ഇന്ത്യ മുഴുവനായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ രാജസ്ഥാനിൽ, മഹാരാഷ്ട്രയിൽ, മധ്യപ്രദേശിൽ, തമിഴ്നാട്, ആന്ധ്ര, കർണാടക ഈ സംസ്ഥാനങ്ങളിലെല്ലാം മണിച്ചോളം അല്ലെങ്കിൽ സ്വർഗം വളരെയധികം സ്ഥലത്ത് കൃഷി ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എല്ലാ വിളകളുടെ ഇടയിലുള്ള ഒരു ഒട്ടകം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ വിളയെ പൊതുവെ പരാമർശിക്കുന്നത്. കാരണമൊന്നുമില്ല, അതിൻ്റെ അത്രയും വരൾച്ചയെ പ്രതിരോധിക്കാനുള്ള അതിൻ്റെ കഴിവ് കൊണ്ട് തന്നെയാണ് നമ്മളതിനെ വിളകളിൽ ഒട്ടകം എന്നുള്ള ഒരു വിശേഷണം ഈ വിളയ്ക്ക് നൽകുന്നത്. അപ്പോൾ അത്രയേറെ വരൾച്ചയെ പ്രതിരോധിക്കാനുള്ള കഴിവുള്ള ഒരു വിളയാണ് സ്വർഗം അല്ലെങ്കിൽ മണിച്ചോളം എന്നുള്ളത്. ഭക്ഷ്യധാന്യ വിളകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നെല്ല്, ഗോതമ്പ്, ചോളം ഇവ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 4ാമത്തെ സ്ഥാനമാണ് മണിച്ചോളത്തിനുള്ളത്. അതേപോലെ തന്നെ വളരെ നല്ല ഒരു കാലിത്തീറ്റ വിളയായിട്ട് നമുക്ക് ഈ മണിച്ചോളത്തെ ശുപാർശ ചെയ്യാനായിട്ട് കഴിയും. മണിച്ചോളം കാലിത്തീറ്റ വിളയായിട്ട് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, പൂത്ത ഒരു പകുതി ചെടികളെങ്കിലും പൂവായതിന് ശേഷം മാത്രമേ ഇത് നമ്മൾ കാലിത്തീറ്റ വിളയായിട്ട് ഉപയോഗിക്കാവൂ. കാര്യം തീരെ പച്ച പൂവിടുന്നതിന് മുന്നേയുള്ള തീരെ പച്ച ചെടികളാണെങ്കിൽ ചെറിയൊരു പശുക്കൾക്ക് ദോഷം ഉണ്ടാക്കുന്ന ഒരു ഘടകം ഇതിനകത്തുള്ളത് കൊണ്ട് നമ്മൾ പൂത്തതിന് ശേഷം മാത്രമേ മണിച്ചോളം, ബാക്കി എല്ലാ കാലിത്തീറ്റ വിളകളും പൂക്കുന്നതിന് മുന്നെയാണ് തീറ്റയായിട്ട് കാലികൾക്ക് കൊടുക്കാൻ പറയുന്നതെങ്കിൽ മണിച്ചോളത്തിൻ്റെ കാര്യത്തിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. കാരണം അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ചെറിയൊരു ഘടകം അതിൻ്റെ പോഷക മേന്മയ്ക്ക് വിപരീത ഫലം ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ അളവ് കുറയ്ക്കാനും വേണ്ടി തീരെ ചെറിയ ഇലയ്ക്കകത്തും തീരെ ചെറിയ തണ്ടിനകത്തും കൂടുതലുള്ളത് കൊണ്ടാണ് നമ്മൾ അതിൻ്റെ അളവ് ചെടി മൂപ്പെത്തുന്നതിനനുസരിച്ച് കുറയുമെന്നുള്ളത് കൊണ്ട് പൂത്ത് ഒരു പകുതി ചെടികളെങ്കിലും പൂവായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പച്ചയായി വെട്ടി കാലികൾക്ക് തീറ്റയായിട്ട് കൊടുക്കാനായിട്ട് സാധിക്കും. മണിച്ചോളം, അപ്പോൾ എങ്ങനെയാണ് ഈ മണിച്ചോളത്തെ കൃഷി ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അത്യുൽപാദന ശേഷിയുള്ള ഇനങ്ങളായ കോ 1, 10, 12, 17, കെ 1, 2 എന്നിവയും സങ്കര ഇനങ്ങളായ CSH 1, 2, 3, 4, CD 11 ഒക്കെയും കേരളത്തിലെ കാലാവസ്ഥയിലേക്ക് യോജിച്ചതാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഇനങ്ങളുടെയൊക്കെ മൂപ്പ് ഒരു 100-115 ദിവസം മൂപ്പുള്ള ഇനങ്ങളാണിവയെല്ലാം. വിത്ത് വിതച്ചിട്ടാണെങ്കിലും മുരിയിട്ടിട്ടാണെങ്കിലും പറിച്ചു നട്ടിട്ടാണെങ്കിലും ഏത് വിധത്തിലാണെങ്കിലും നമുക്ക് ഈ മണിച്ചോളത്തെ കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. പല വിധത്തിൽ നടുന്ന സമയത്ത് മുരിയിടാനെങ്കിൽ പറിച്ചു നടാനാണെങ്കിൽ വിതയ്ക്കുന്നതിനേക്കാൾ കുറഞ്ഞ വിത്ത് മതിയാവും. ഇങ്ങനെയാണെങ്കിലും 12 കിലോഗ്രാം മുതൽ പരമാവധി 15 കിലോഗ്രാം വിത്ത് ഒരു ഹെക്ടറിന് എന്ന രീതിയിലാണ് വിത്ത് ആവശ്യമായിട്ട് വരുന്നത്. ഒരു സെൻറ്റിന് 50 ഗ്രാം വിത്താണ് മണിച്ചോളം കൃഷി ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ളത്. ഇവിടെയും നമുക്ക് മെയ് ജൂൺ മാസത്തിൽ തന്നെ കൃഷി ചെയ്യാം. അതിലും ശ്രദ്ധിക്കേണ്ടത് വെള്ളം കെട്ടി നിൽക്കാതെ നീർവാർച്ചയുള്ള പ്രദേശത്തായിരിക്കണം, അല്ലെങ്കിൽ നീർവാർച്ചയുള്ള മണ്ണായിരിക്കണം നമ്മൾ കൃഷിക്കായിട്ട് തിരഞ്ഞെടുക്കുന്നത്. നീർവാർച്ച സൗകര്യമില്ലാത്ത പ്രദേശമാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ എല്ലാവർക്കും അവരവരുടെ കൃഷിഭൂമിയെപ്പറ്റി കൃത്യമായൊരു ധാരണയുണ്ടാവും. അപ്പം വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലത്താണെങ്കിൽ നേരത്തെ തന്നെ അത് മുൻകൂട്ടി കണ്ട് അതിനുള്ള പ്രത്യേക വെള്ളം വാർന്നു പോകാൻ അല്ലെങ്കിൽ വെള്ളം ഒഴുകി പോകാനുള്ള സൗകര്യങ്ങളൊക്കെ ആക്കിയതിന് ശേഷം വേണം നമ്മൾ ചെറുധാന്യങ്ങളെല്ലാം തന്നെ കൃഷി ചെയ്യുന്നതിനായിട്ട് പോകേണ്ടത്.
പറിച്ചു നടുന്ന സമയത്താണെങ്കിൽ 45 സെൻറ്റിമീറ്റർ 2 വരികൾക്കിടയിലും 15 സെൻറ്റിമീറ്റർ ഒരു വരിയിൽ തന്നെ 2 ചെടികൾക്കിടയിലും അകലം പാലിച്ച് നമുക്ക് പറിച്ചു നടാം. അതിനായി 3 ആഴ്ച പ്രായമായ തൈകളാണ് നമ്മൾ പറിച്ചു നടുന്നത്. പൊതുവെ മണിച്ചോളത്തിൻ്റെ കൃഷിയിൽ അവലംബിക്കുന്നത് നുരിയിടുന്ന രീതിയാണ്. ഇപ്പോൾ നുരിയിടുമ്പോൾ 45 സെൻറ്റിമീറ്റർ അകലത്തിൽ ചെറിയ ചെറിയ ചാൽ എടുത്ത് ഓരോ ചാലിലും 15 സെൻറ്റിമീറ്റർ അകലം വിട്ട് ചെറിയ കുഴിയെടുത്ത് കൈവിരൽ കൊണ്ടോ അല്ലെങ്കിൽ ചെറിയ കമ്പ് കൊണ്ടോ ചെറിയ കുഴിയാക്കി ഒരു കുഴിയിൽ 2 വിത്ത് എന്നുള്ള രീതിയിലാണ് നമ്മൾ വിത്തിടുന്നത്. കൂടുതൽ ആഴത്തിൽ വിത്തിടരുത്, എന്നാൽ തീരെ മുകളിലാവരുത്. 2-3 സെൻറ്റിമീറ്റർ, അതായത് 1 ഇഞ്ച് പരമാവധി എന്നുള്ള രീതിയിൽ നമ്മൾ വിത്ത് ഇട്ട് ഈ ചെടികളെ നട്ട് എടുക്കാവുന്നതാണ്. നുരിയിടൽ രീതി അവലംബിക്കുന്ന സമയത്ത് വിതറി വിതയും പറിച്ചു നടുകയൊക്കെ ചെയ്യുന്നുണ്ട്. കൂടുതലായിട്ടും കണ്ടുവരുന്നത് നുരിയിടുന്ന രീതിയാണ്. മഴയെ ആശ്രയിച്ച് കൃഷി ചെയ്യുന്ന സമയത്ത് കൂടുതലായി നമ്മൾ ഒരു 2 തവണയായിട്ടാണ് വളം കൊടുക്കുന്നത്. അടിവളമായിട്ടും അടിവളം കൊടുത്തൊരു മാസം കഴിഞ്ഞിട്ടും 45-25 കിലോഗ്രാം വീതം ഫോസ്ഫറസ്, പൊട്ടാസ്യം, 45 കിലോഗ്രാം നൈട്രജനുമാണ് ഒരു ഹെക്ടറിൽ നമ്മൾ കൊടുക്കുന്നത്. എന്നാൽ നനസൗകര്യത്തോടെ ആണെങ്കിൽ ഈ 2 എന്നുള്ളത് നമുക്ക് 3 തവണകളായിട്ട് നൈട്രജനൊക്കെ കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് 90 കിലോഗ്രാം നൈട്രജനും 45 കിലോഗ്രാം വീതം ഫോസ്ഫറസ്, പൊട്ടാസ്യം ഒരു ഹെക്ടർ എന്നുള്ള തോതിലാണ് കൊടുക്കുന്നത്. ഒരു സെൻറ്റിലേക്ക് ആവശ്യമായിട്ടുള്ള വളം കണക്കാക്കുകയാണെങ്കിൽ യൂറിയ 400 ഗ്രാം 2 തവണകളായി. ഇത് മഴയെ ആശ്രയിച്ചുള്ള കൃഷിക്കുള്ള വളത്തിൻ്റെ അളവാണ് ഞാൻ പറയുന്നത്. യൂറിയ ആണെങ്കിൽ 400 ഗ്രാം 2 തവണകളായി അടിവളമായിട്ടും അടിവളം കൊടുത്തൊരു മാസം കഴിഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം. രാജ്ഫോസും പൊട്ടാഷ്യം 500 ഗ്രാം 175 ഗ്രാം വീതം അടിവളമായി യൂറിയയ്ക്കൊപ്പം 200 ഗ്രാം യൂറിയയ്ക്കൊപ്പം തന്നെ കൊടുത്തുകൊണ്ട് മണിച്ചോളം നമുക്ക് കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. രാഗിയെ പോലെ തന്നെ മണിച്ചോളവും നട്ട് 2.5-3 മാസം കഴിയുമ്പോഴത്തേക്കും ചെടി പൂ വരും. പൂ വന്ന് 1 മാസം കൊണ്ട് നമുക്ക് ധാന്യം മൂപ്പെത്തി കൊയ്തെടുക്കാനായിട്ട് സാധിക്കും. നന്നായി പരിപാലിച്ച ഒരു കൃഷിയിടത്തിൽ നിന്നും ഏകദേശം 4-5 ടണ്ണോളം ധാന്യം തന്നെ നമുക്ക് വിളവായിട്ട് ലഭിക്കും. കച്ചിയാണെങ്കിൽ 10-12 ടൺ ഒരു ഹെക്ടറിൽ നിന്ന് ലഭിക്കും. അപ്പോൾ കച്ചി ഞാൻ പറഞ്ഞു കുറച്ച് മൂപ്പെത്തിയ കച്ചിയാണ് മണിച്ചോളത്തിനെ സംബന്ധിച്ച് കന്നുകാലികൾക്ക് കൊടുക്കാനായിട്ട് ഉത്തമം. അപ്പോൾ ഇവിടെ വന്ന് ധാന്യമൊക്കെ വേർപെടുത്തി വൈക്കോലായിട്ട് കൊടുക്കുമ്പോഴത്തേക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ പറഞ്ഞ വിഷഘടകങ്ങളെല്ലാം അതിൽ നിന്ന് മാറും. അപ്പോൾ ആ സമയത്ത് 10-12 ടൺ കച്ചി ഒരു ഹെക്ടറിൽ നിന്ന് തന്നെ നമുക്ക് കച്ചി ഒരു ഹെക്ടറിൽ നിന്ന് തന്നെ ലഭിക്കും. അത് നല്ലൊരു കാലിത്തീറ്റയായിട്ടും ഉപയോഗിക്കാൻ കഴിയും. പൊതുവേ നമ്മൾ കാലിത്തീറ്റ വിളകളൊക്കെ പറയുമ്പോഴത്തേക്ക് പുല്ല്, ഹൈബ്രിഡ് നേപ്പിയർ, ഗിനിപ്പുല്ല് ഒക്കെ പോലെയുള്ള പുല്ലുകളാണ് കാലിത്തീറ്റ വിളകളായിട്ട് ശുപാർശ ചെയ്യുന്നത്. എന്നാൽ അവയിലൊക്കെ അടങ്ങിയിരിക്കുന്ന മാംസ്യത്തിൻ്റെ അളവ് താരതമ്യേന കുറവാണ്. എന്നാൽ പയറുവർഗ്ഗ വിളകളിലാണ് മാംസത്തിൻ്റെ അളവ് കൂടുതൽ. ഈ പയറുവർഗ്ഗ വിളകളുടെ അത്ര വരുന്നില്ലെങ്കിൽ പോലും പുല്ലിനങ്ങളെക്കാളും, അതായത് സങ്കരയിന നേപ്പിയറിനേക്കാളും ഗിനിപ്പുല്ലിനേക്കാളും ഒക്കെ കൂടുതൽ ശരാശരി 10% മാംസ്യം ചെറുധാന്യങ്ങൾ കാലിത്തീറ്റ ആയി ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മുടെ കാലികൾക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മാംസ്യം കാലിത്തീറ്റ വിളയെ സംബന്ധിച്ച് മാംസ്യത്തിൻ്റെ അളവ് കൂടുക എന്നുള്ളത് അതിൻ്റെ ഒരു പോഷക മൂല്യം കൂട്ടുന്നു എന്നുള്ളത് തന്നെയാണ്. 10% മാംസ്യവും 25-30% നാരുകളാലും ഈ മണിച്ചോളം അല്ലെങ്കിൽ എല്ലാ ചെറുധാന്യങ്ങളും തന്നെ കാലിത്തീറ്റ വിളയായി ഉപയോഗിക്കുന്ന സമയത്ത് കാലികൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു 8ഓളം വിളകളാണ് പൊതുവെ ഇന്ത്യയിൽ ചെറുധാന്യങ്ങൾ എന്നുള്ള പേരിൽ കൃഷി ചെയ്തു വരുന്നത്. കേരളത്തിൽ പ്രധാനമായും കൃഷി ചെയ്യുന്ന രാഗി, മണിച്ചോളം ഇവിടെയൊക്കെ കൃഷി രീതികൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ബാക്കി
ഈ വിളകളെ ഒന്ന് ചെറുതായിട്ട് ഞാൻ പരിചയപ്പെടുത്താം. കമ്പം അല്ലെങ്കിൽ ബജ്ര എന്ന് പറയും. ഇത് ഇംഗ്ലീഷിൽ നമ്മൾ പേൾ മില്ലറ്റ് എന്നാണ് പറയാം. കാരണം ഉൽപ്പത്തിയ വിത്തുകൾ നല്ല മുത്തുകളെ പോലെ ഭംഗിയുള്ളതായതുകൊണ്ടാണ് ഇതിനെ പേൾ മില്ലറ്റ് എന്ന് നമ്മൾ പറയുന്നത്. ബജ്രയും മറ്റു വിളകളെ പോലെ തന്നെ നമ്മുടെ സ്വർഗം മണിച്ചോളത്തെ പോലെ തന്നെ വരൾച്ചയെ പ്രതിരോധിക്കാൻ നല്ല കഴിവുള്ള ഒരു വിള തന്നെയാണ് ബജ്ര. ഭക്ഷ്യധാന്യ വിളയെപ്പോലെ അതേ പ്രാധാന്യത്തോടെ കാലിത്തീറ്റ വിളയായും ഉപയോഗിക്കാവുന്നതാണ് ബജ്ര. കാലിത്തീറ്റ വിളയായി ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പൂവാകാനായിട്ട് കാത്തു നിൽക്കുന്നില്ല. പൂക്കുന്നതിന് തൊട്ട് മുന്നേ കാലികൾക്ക് പച്ച തീറ്റയായിട്ട് കൊടുക്കുകയാണ് പതിവ്. അപ്പോൾ ഒരു ടൺ സ്ഥലത്ത് നിന്ന് തന്നെ നമുക്ക് ഒരു ഹെക്ടർ സ്ഥലത്ത് നിന്ന് തന്നെ നമുക്ക് 40-50 ടണ്ണോളം പച്ചപ്പുല്ല് ലഭിക്കും എന്നുള്ളതാണ് ബജ്രയെ സംബന്ധിച്ചുള്ള വലിയൊരു കാലിത്തീറ്റ എന്നുള്ള രീതിയിലുള്ള വലിയൊരു ഗുണം. മറ്റൊരു വിളയാണ് ചാമ. ചാമ പലപ്പോഴും ഒരു ക്ഷാമകാല വിളയായിട്ടാണ് അറിയപ്പെടുന്നത്. ക്ഷാമകാല വിള എന്ന് പറയുമ്പോൾ പഴയ കാലത്തൊക്കെ ഉള്ളവർ ഒത്തിരി പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ചാമ നെല്ലും ഗോതമ്പൊക്കെ കിട്ടാതിരുന്ന കാലത്ത് സ്വന്തം കൃഷിയിടത്തിൽ ചാമ കൃഷി ചെയ്ത് കഴിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ചാമ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ കാലം കൊണ്ട് 2-2.5 മാസം കൊണ്ട് തന്നെ ഇതിനെ വിളവെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. തീരെ ചെറിയ ധാന്യമണികളാണ്. ബജ്രയെയും മണിച്ചോളത്തെയൊക്കെ താരതമ്യപ്പെടുത്തുമ്പോൾ തീരെ ചെറിയതാണ് ചാമയുടെ വിത്തുകൾ. ചാമയും വളരെ വരണ്ട പ്രദേശത്ത് തീരെ സൗകര്യമൊന്നുമില്ലെങ്കിൽ പോലും നമുക്ക് കൃഷി ചെയ്തെടുക്കാവുന്ന ഒരു വിളയാണ്. പക്ഷെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് മറ്റുള്ള വിളകളെ പോലെയൊന്നും കൂടുതലായിട്ട് വിളവുണ്ടാവില്ല. വളരെ കുറവ്, അതായത് ഒരു 700-800 കിലോഗ്രാം ഒരു ഹെക്ടർ സ്ഥലത്ത് നിന്ന് വിളവേ നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് കഴിയുള്ളൂ. എന്നിരുന്നാൽ കൂടിയും വരണ്ട പ്രദേശങ്ങളിലേക്ക് അല്ലെങ്കിൽ മഴ കുറവുള്ള സ്ഥലങ്ങളിലേക്ക് വളരെ നല്ല ഒരു വിളയാണ് ചാമ. മറ്റൊരു വിള പനിവരകാണ്. പനിവരക് അല്ലെങ്കിൽ പ്രോസോ മില്ലറ്റ് എന്ന് പറയും. നേരത്തെ നമ്മൾ കൂടുതലായിട്ടും അലങ്കാര പക്ഷികളുടെയൊക്കെ തീറ്റ നമ്മൾ വാങ്ങുന്ന സമയത്ത് കൂടുതലായിട്ടും തെനയാണ് കണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ ഈ പനിവരക് കൂടുതലായിട്ടും അതിനകത്ത് കണ്ടുവരുന്നുണ്ട്. അലങ്കാര പക്ഷികളുടെ തീറ്റയ്ക്കൊപ്പം തന്നെ നമ്മുടെ ഭക്ഷണത്തിലും പനിവരക് കൂടുതലായിട്ട് ചേർക്കുന്നുണ്ട്. ഈ നവധാന്യങ്ങളൊക്കെ ചെറിയ കുട്ടികൾക്ക് കുറുക്കുണ്ടാക്കി കൊടുക്കുന്നതിനൊക്കെ വാങ്ങുന്ന സമയത്ത് നമുക്ക് ഈ പനിവരകൊക്കെ അതിനകത്ത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പനിവരകും ചാമയെ പോലെ തന്നെ വിളദൈർഘ്യം കുറവാണ്. എന്നാൽ ചാമ 2-2.5 മാസം കൊണ്ട് വിളവെടുക്കാമെങ്കിൽ ഇത് 3-3.5 മാസം കൊണ്ട് വിളവെടുക്കാൻ കഴിയുന്നൊരു വിളയാണ്. ഇതും വരണ്ട പ്രദേശത്തേക്ക് അല്ലെങ്കിൽ മഴ കുറഞ്ഞ സ്ഥലത്തേക്ക് ശുപാർശ ചെയ്യാൻ കഴിയുന്ന ഒരു വിളയാണ്. മറ്റൊരു വിള തെനയാണ്. തെന അല്ലെങ്കിൽ ഫോക്സ് ടെയിൽ മില്ലറ്റ്. നമുക്കിതിൻ്റെ കതിര് ഒരു കുറുനരിയുടെ വാലിനോട് സാമ്യമുള്ളത് കൊണ്ടാണ് ഇതിനെ ഫോക്സ് ടെയിൽ മില്ലറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ തെനയാണ് അലങ്കാര പക്ഷികളുടെ തീറ്റയായിട്ട് പലപ്പോഴും ഉപയോഗിക്കുന്നത്. തെനയും 3 മാസം കാലം കൊണ്ട് വിളവെടുക്കാൻ പറ്റുന്ന ഒരു ചെറുധാന്യ വിളയാണ്. അതിൻ്റെ വിളവ് വളരെ കുറവായിരിക്കും. ഒരു 700 കിലോഗ്രാം വരെ നമുക്കൊരു ഹെക്ടറിൽ നിന്നും വിളവ് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കും. ഈ പറഞ്ഞ ചെറുധാന്യ വിളകളൊക്കെ അപേക്ഷിച്ച് കുറച്ച് മൂപ്പ് കൂടുതലുള്ള, അതായത് ഏകദേശം 6 മാസത്തോളം വേണ്ടിവരും ഈ വരക് വിളവെടുക്കുന്നതിനായിട്ട്. വരക് നമുക്ക് മൂപ്പെത്തുന്ന സമയത്ത് നന്നായിട്ട് കട്ടി കൂടുതലുള്ള തൊലിയുള്ളതും അതായത് പരുക്കനായിട്ടുള്ള ഒരു ധാന്യമാണ് വരക് എന്ന് പറയുന്നത്. അപ്പം അതിന് പൊതുവേ ചെയ്യുന്നത് ഒത്തിരി മൂപ്പെത്തുന്നതിന് നിൽക്കാതെ കുറച്ച് മുന്നേ തന്നെ, ഒരുപാട് മൂപ്പെത്താൻ കാത്തു നിൽക്കാതെ പകുതി മൂപ്പിൽ തന്നെ കൊയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പം പകുതി മൂപ്പെത്തിയ വരകിൻ്റെ ധാന്യമണികൾ നമ്മൾ സൂക്ഷിച്ച് വെച്ച്
കുറച്ച് നാൾ കഴിഞ്ഞ് അതിന് ചെറുതായിട്ടൊരു കട്ടുള്ളതായിട്ടാണ് ഇതിൽ കാണുന്നത്. അപ്പം ആ കട്ട് കളയുന്നതിനായിട്ട് 8-10 മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് വെച്ച് അതിന് ശേഷം അവ പൊടിച്ചെടുത്ത് ഉപയോഗിക്കുന്ന രീതിയാണ് കാണുന്നത്. കുതിരവാലിയാണ് മറ്റൊരു ചെറുധാന്യമുള്ള. കുതിരവാലി നെല്ലിൽ കാണുന്ന കവട എന്ന നെല്ലിൽ കാണുന്ന പ്രധാനപ്പെട്ട ഒരു കളയാണ് കവട. ആ കവടയുടെ കതിരിനോട് ഒരുപാട് സാമ്യമുള്ള ഒരു ചെടിയാണ് കുതിരവാലി. അതിൻ്റെ കുടുംബത്തിൽ തന്നെ പെട്ടതാണ്. അതുകൊണ്ടാണ് അതിൻ്റെ കതിരിന് കൂടുതലായിട്ട് സാമ്യം കവടയുടെ കതിരുമായിട്ട് തോന്നുന്നത്. കുതിരവാലിയും 3-4 മാസം കൊണ്ട് വിളവെടുക്കാൻ കഴിയുന്ന മഴ കുറഞ്ഞ പ്രദേശത്തേക്ക് യോജിച്ച ഒത്തിരി പരിചരണ മുറകളും ഒന്നുമില്ലാതെ തന്നെ വളർത്തിയെടുക്കാൻ കഴിയുന്ന ഒരു ചെറുധാന്യ വിളയാണ്. ഇവയൊക്കെയാണ് പൊതുവായിട്ട് കൃഷി ചെയ്തു വരുന്ന ചെറുധാന്യ വിളകൾ. എന്നാൽ കൂടിയും പുതുതായിട്ടുള്ള ചെറിയ പുല്ലുവർഗത്തിൽപ്പെട്ട ചില വിളകൾ, അതായത് ബ്രൗൺ ടോപ്പ് മില്ലറ്റ് എന്നൊക്കെ പറയുന്ന പുതിയ വിളകൾ നമ്മൾ കൃഷി ചെയ്തു വരുന്നുണ്ട്. കേരളത്തിലാണെങ്കിൽ ബജ്ര, ചാമ ഒന്നും കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നില്ല. എന്നാൽ അവിടെ പോഷക പ്രാധാന്യമൊക്കെ ഞാൻ പറഞ്ഞു. ഇവയൊക്കെ നമുക്ക് കൂടുതലായിട്ടും നമ്മുടെ കേരളത്തിലെ നമ്മുടെ ആളുകളുടെ ഭക്ഷണത്തിലേക്ക് കൂടുതലായിട്ട് ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും. ഇപ്പോൾ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളും ഭക്ഷ്യ പോഷക സുരക്ഷ സംബന്ധിച്ച് വരുന്ന ചോദ്യങ്ങൾക്കും എല്ലാമുള്ള നല്ല ഒരു ഉത്തരമാണ് ചെറുധാന്യങ്ങളും ചെറുധാന്യ വിളകളും. ഇത്രയൊക്കെയാണ് അതിൻ്റെ നല്ല വശങ്ങൾ. എന്നിരുന്നാൽ കൂടിയും ഞാൻ പറഞ്ഞു, ഉൽപ്പാദനക്ഷമത വളരെ കുറവാണ്. അതായത് 1 ലിറ്റർ സ്ഥലത്ത് നിന്ന് നമുക്ക് 1 ടണ്ണിനും താഴത്ത് മാത്രമാണ് വിളവ് ലഭിക്കുന്നത്. അപ്പോൾ ഇത്രയേറെ ഉൽപ്പാദനക്ഷമത കുറഞ്ഞ ഒരു വിള കൃഷി ചെയ്യുന്ന സമയത്ത് അതിന് കൂടിയ വില ലഭിച്ചെങ്കിൽ മാത്രമേ ആ കൃഷി ലാഭകരമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ഈ ചെറുധാന്യങ്ങൾ കൃഷി ചെയ്യുന്ന സമയത്ത് കർഷകർ നേരിടുന്ന വേറൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് അതിൻ്റെ സംസ്കരണമാണ്. അതായത് ഇതിൻ്റെ ധാന്യത്തിൽ നിന്നും തവിടൊക്കെ വേർതിരിച്ച് അരിച്ചെടുക്കുന്ന പ്രക്രിയ, സംസ്കരണ പ്രക്രിയ കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. എന്നാൽ ഈ ചെറുധാന്യങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കി ഗവേഷകർ കൂടുതലായി അതിന് സംസ്കരണത്തിന് പാകമായിട്ടുള്ള സംസ്കരണത്തിന് പറ്റുന്ന രീതിയിലുള്ള ചെറിയ മെഷീനുകളൊക്കെ രൂപം കൊടുക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ എല്ലാ പ്രതിസന്ധികളും നമ്മുടെ വർദ്ധിച്ച പോഷക പ്രാധാന്യവും അല്ലെങ്കിൽ നല്ലൊരു കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കാനുള്ള ഒരു വിള എന്നുള്ള പേരും ഇതിനെയൊക്കെ ഈ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്യാൻ ഈ വിളകൾക്ക് കഴിയുമെന്നുള്ളതിൽ സംശയമൊന്നുമില്ല. അപ്പോൾ വിളകളുടെ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി കൃഷി വകുപ്പ് ഭക്ഷ്യസുരക്ഷ പദ്ധതിയുടെ ഭാഗമായിട്ട് മില്ലറ്റ് കൾട്ടിവേഷൻ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഒരുപാട് പദ്ധതികൾ ഇപ്പം തന്നെ രൂപം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവയൊക്കെ കർഷകർക്ക് പ്രയോജനപ്പെടുത്താം. കൂടുതലായിട്ടും ചെറുധാന്യങ്ങളുടെ കൃഷിയിലേക്ക് വരാനും അവയെല്ലാം സഹായകരമാവും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. നന്ദി.